കൊന്നിയിലെ സ്ഥാനാർത്ഥിത്വം നേതാക്കൾ തന്നെ ഫോണിൽ വിളിച്ച് അറിയിച്ചുവെന്ന് സതീഷ് കൊച്ചുപറമ്പിൽ. അടൂർ പ്രകാശ് ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു. താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും തന്നെ അറിയിച്ചെന്നും സതീഷ് കൊച്ചുപറമ്പിൽ UDF യോഗത്തിൽ പറഞ്ഞു. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, അടൂർ പ്രകാശിന്റെ കാര്യത്തിലൊക്കെ ഒരു വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യേകിച്ച് പിൻവലിച്ച സാഹചര്യത്തിലൊക്കെ കെ സുധാകരൻ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അദ്ദേഹം ഒരു സമ്മർദ്ദതന്ത്രം ചെലുത്തുമോ എന്നൊക്കെയുള്ള ചോദ്യം. ഇപ്പോൾ ഇത് നമുക്ക് സ്ഥിരീകരിക്കാമോ? അനുജ, ഇന്ന് രാവിലെയാണ് കോന്നിയിൽ താൻ സ്ഥാനാർത്ഥിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടൂർ പ്രകാശ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിന് പിന്നാലെ പോസ്റ്റ് ഇട്ടത് വാർത്തയായി. ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ പോസ്റ്റ് ഈ പറയുന്ന അടൂർ പ്രകാശ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതിന് മുന്നോടിയായിട്ട് ഇന്നിപ്പോൾ കോന്നിയിൽ UDFന്റെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള യോഗം നടന്നിരുന്നു. ആ യോഗത്തിലാണ് ഈ പറയുന്ന DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ തന്റെ സ്ഥാനാർത്ഥിത്വം അടൂർ പ്രകാശും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു എന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇന്നലെ രാത്രി 2 മണിയോടുകൂടി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ തീരുമാനമായി. അത് ഇന്ന് രാവിലെയാണ് തന്നോട് അറിയിച്ചത്. അങ്ങനെ താൻ തന്നെയായിരിക്കും കോന്നിയിലെ സ്ഥാനാർത്ഥി എന്ന് സതീഷ് കൊച്ചുപറമ്പിൽ UDF യോഗത്തിൽ പറഞ്ഞതിന്റെ ദൃശ്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രതികരണവുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ കോന്നിയിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ കോൺഗ്രസ് നേതാക്കൾക്ക് പോലുമില്ല. അതിനിടയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് DCC പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.